നിങ്ങളുടെ ഒരു സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തോ ആണ് സഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായം സഹിക്കാൻ പാടില്ല എന്നുള്ളതാണ് എങ്കിൽ വൈ യു ടോളറേറ്റ്? നിങ്ങൾ എന്തിനു സഹിക്കണം? നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ആദ്യമൊക്കെ എല്ലാ ബന്ധവും വളരെ പെർഫെക്റ്റ് ആയിരിക്കും, കുറച്ചു കാലം കഴിയുമ്പോൾ ഒരേ വേദന, ഒരേ പാറ്റേൺ. അപ്പം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, എനിക്കെന്താ എല്ലായ്പ്പോഴും ഒരുപോലെയുള്ള ആളുകളെ കിട്ടുന്നതെന്ന്. പക്ഷേ ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ചെയ്യട്ടെ, നമ്മൾ ഒരിക്കലും ഉദ്ദേശപൂർവ്വം ഒരാളെ പോയി തിരഞ്ഞെടുക്കാറില്ല. ചില അൺകോൺഷ്യസ് പാറ്റേൺ കാരണം നമ്മൾ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ്. ഇതിന് ഒരുപാട് സൈക്കോളജിക്കൽ വശങ്ങളുണ്ട്, നമുക്ക് ഓരോന്നും വിശദീകരിക്കാം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യത്തേത് പരിചിതമായ വേദന സുരക്ഷിതം പോലെ തോന്നുക എന്നുള്ളതാണ്. ഇത് വളരെ ഡീപ്പ് സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ്. ഇതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വളർന്നു വന്നപ്പോൾ റിപ്പീറ്റ്ലി നമ്മൾ അനുഭവിച്ച ഒരു ഇമോഷണൽ എൻവയോൺമെന്റ് ഉണ്ടല്ലോ, ഇത് ബ്രെയിൻ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് ബ്രെയിൻ ചെക്ക് ചെയ്യാറില്ല. പരിചിതമാണോ, അതാണ് പ്രാധാന്യം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുഞ്ഞായിരുന്നപ്പോൾ നീ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, നിനക്കൊന്നും ചെയ്യാൻ അറിയില്ല, വളരെ ക്രിട്ടിസൈസിങ് ഒരു എൻവയോൺമെന്റ് അവിടെ സൃഷ്ടിക്കുകയും കൗമാരത്തിൽ ആ കുട്ടിക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പില് വീണ്ടും ക്രിട്ടിസൈസിങ്ങും അപ്രിസിയേഷൻ ഇല്ലായ്മയും ഇമോഷണൽ ഡിസ്റ്റൻസും എല്ലാം അനുഭവിക്കുന്ന കുട്ടിക്ക് ഒരു പാർട്ട്ണറിനെ കിട്ടുമ്പോൾ, ക്രിട്ടിസൈസിങ് പാർട്ട്ണറെ കിട്ടുമ്പോൾ നോർമലായി തോന്നും. ഇതാണ് ലൈഫ്, ഈ റിലേഷൻഷിപ്പാണ്, ഇതാണ് യഥാർത്ഥ റിലേഷൻഷിപ്പ് എന്ന് ഫെമിലിയർ ആവുക. നേരത്തെ പരിചിതമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴും അതാണ് ലൈഫ് എന്ന് വിചാരിക്കുക. ഇനി ഒരു ഹെൽത്തി സ്നേഹം കണ്ടാൽ പോലും ബോറിംഗ് ആയി തോന്നും. ഇത് അഭിനയിക്കുന്നതാണോ, ഇദ്ദേഹം ജെന്യുവൻ അല്ല എന്നൊക്കെ തോന്നിപ്പോവും. ആ പരിചിതമായത്, ആ വേദന പോലും സുരക്ഷിതമായി തോന്നുക. ഇനി രണ്ടാമത്തത് ലോ സെൽഫ് വർത്താണ്. അതായത് നമ്മുടെ വില നമ്മൾ തന്നെ കുറച്ച് കാണുന്ന ഒരു രീതി, ഞാൻ മതിയല്ല എന്നുള്ളൊരു തോന്നൽ. ഇങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മൾ പുറമെ ചിലപ്പോൾ കോൺഫിഡൻ്റ് ആയിരിക്കും, പക്ഷെ ഉള്ളിലൊരു വോയിസ് ഉണ്ടായിരിക്കും, ഞാൻ ഇനഫ് അല്ല, എനിക്ക് ഇത് കിട്ടിയത് എന്നെ വളരെ താങ്ക്ഫുൾ ആയിരിക്കണം, എനിക്ക് നല്ലതൊന്നും കിട്ടില്ല. ഇങ്ങനെ ആവുന്ന വ്യക്തികൾക്ക് ചെറിയ അഫെക്ഷൻ പോലും വലുതായി തോന്നും. നമ്മുടെ ബൗണ്ടറീസ് പോലും നമ്മൾ സെറ്റ് ചെയ്യത്തില്ല. ആർക്ക് വേണമെങ്കിലും നമ്മുടെ മനസ്സിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരിടമായി മാറും. നമുക്ക് റെഡ് ഫ്ലാഗ്സ് പോലും പിങ്കായി തോന്നും, നല്ലതായിട്ട് തോന്നും. അപ്പം ലോ സെൽഫ് വർത്ത്, നമ്മളെ വില കുറച്ച് നമ്മൾ കാണുമ്പോൾ നമ്മുടെ സഹനശക്തി അങ്ങ് കൂടും. അപ്പോൾ എന്തും സഹിക്കാവുന്ന ഒരു മെന്റാലിറ്റി ആയി മാറും. അതാണ് നമ്മളെ വില കുറച്ച് കാണുമ്പോൾ നമുക്ക് ട്രോമ ബോണ്ട് ആയാലും അല്ലെങ്കിൽ ടോക്സിക് പീപ്പിൾസ് ആയാലും ഇതെല്ലാം എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല കാര്യങ്ങളാണ് എന്ന് വരെ തോന്നുന്ന ഒരവസ്ഥ. ഇനി മൂന്നാമത്തത് ട്രോമ ബോണ്ടിങ് ആണ്. ട്രോമ ബോണ്ടിങ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ ബോണ്ടിങ്ങിൽ ഒരു ഫൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ള ഒരു ഉപദ്രവം, അത് സൈലന്റ് ട്രീറ്റ്മെന്റ് ആവാം, എന്താവാം. സൈലന്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണുക. അതെല്ലാം കഴിഞ്ഞു, ഉപദ്രവം എല്ലാം കഴിയുമ്പോൾ ഒരു മാപ്പ് പറച്ചൽ, ക്ഷമാപണം, പിന്നെ സ്നേഹം, ഒരു ഗിഫ്റ്റ്, ഒരു പ്രോമിസ്, അത് കഴിഞ്ഞ് സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഈ ട്രോമ ബോണ്ടിങ്ങിൽ കിടന്ന് ഒരു വ്യക്തി കിടന്ന് സഫർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ സ്നേഹവും ഗിഫ്റ്റും പ്രോമിസും ഒക്കെ കാണുമ്പോൾ ആ സമയത്ത് ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാവും. കാര്യം ഇതെപ്പോഴും ഇങ്ങനെ ഈ ഒരു റിലേഷൻ അഡിക്ഷൻ ആയിട്ട് കിടക്കുകയാണല്ലോ. ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാവുന്ന സമയത്ത്, ഡോപ്പമിൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്ലഷർ കെമിക്കലാണ്. നമുക്ക് എന്തെങ്കിലും സ്നേഹം കിട്ടുമ്പോഴോ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോഴോ ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമ്മളോട് സ്നേഹമുണ്ടെന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ഈ ഡോപ്പമിൻ കയറി പീക്കാവും. നമുക്ക് ആവശ്യം ഡോപ്പമിൻ സ്പൈക്ക് അല്ല, ഡോപ്പമിൻ സ്റ്റെഡിനെസ് ആണ്. അത് ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒരേപോലെ ഈ ഡോപ്പമിൻ ഇരിക്കണം, കൂടിയും കുറഞ്ഞുമല്ല ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്നേഹത്തെ ആ ഇന്റൻസിറ്റി കൊണ്ടാണ് മെഷർ ചെയ്യുന്നത്. ആക്ച്വലി ഇന്റൻസിറ്റി അല്ല അവിടെ വേണ്ടത്, കൺസിസ്റ്റൻസിയാണ്, ഒരേപോലെ ഇരിക്കണം. അപ്പം ഈ വ്യക്തി അനുഭവിക്കുന്നത്, ഈ വ്യക്തി വിചാരിക്കുന്നത് ഇതാണ് റിലേഷൻഷിപ്പ്, ഇതാണ് സ്നേഹം, ഇവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ആക്ച്വലി ഇതൊരു ഇമോഷണൽ ഡിപ്പെൻഡൻസിയാണ്, ഇതൊരു ട്രൂ ലവേ അല്ല. നമ്മൾ ടോക്സിക് പീപ്പിൾസിനെ അട്രാക്ട് ചെയ്യുന്ന റീസൺസിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഫിക്സർ മെന്റാലിറ്റിയാണ്. അതായത് ഞാൻ എല്ലാം മാറ്റുന്ന ആളാണ്, അവന് ദേഷ്യമുണ്ട് പക്ഷെ അവൻ പാവമാണ്, അവൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട് പക്ഷെ അവൾ പാവമാണ്. നമ്മൾ തന്നെ അസ്യൂം ചെയ്യും, ഞാനേ ഉള്ളൂ, എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ, ഞാനാണ്
ഞാനല്ലാതെ ലോകത്ത് വേറെ ആർക്കും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയില്ല, അപ്പം ഞാൻ വേണം കൂടെ, ഞാനില്ലാതെ അവർ ജീവിക്കില്ല എന്ന് നമ്മൾ സ്വയം ഫിക്സ് ചെയ്യുക. ഇതിന്റെ റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം മാറാൻ കഴിയാത്ത ഒരാളെ സ്നേഹം കൊണ്ട് മാറ്റാൻ കഴിയില്ല എന്ന് ഈ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മെന്റാലിറ്റി ഉള്ളവർ ഈ ടോക്സിക് പീപ്പിൾസിന്റെ കൂടെ അവരുടെ ഉപദ്രവമായാലും അവരുടെ മെന്റാലിറ്റി ആയാലും സഹിച്ച് ഞാനല്ലാതെ വേറെ ആരും ഇവരെ സഹിക്കില്ല എന്ന ആ മെന്റാലിറ്റിയോട് കൂടി കാലം കഴിച്ചു പോകും. ഈ ടോക്സിക് പീപ്പിൾസിനെ അട്രാക്ട് ചെയ്യുന്ന കാരണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ ഒരു കാരണം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കട്ടെ. ഫിയർ ഓഫ് ബീയിങ് അലോൺ. അതായത് നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിരിക്കണം, സിംഗിൾ ആയിരിക്കാൻ പാടില്ല. സൊസൈറ്റിയുടെ മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്കാവുന്നത് നല്ലതല്ല, നമ്മൾ എൻഗേജ്ഡ് ആവണം, ഒരു ടോക്സിക് ആയാലും ഒരു റിലേഷൻ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്ന് ചിന്തിക്കുന്നവർ. അത് സൊസൈറ്റിയുടെ പ്രഷർ കാരണമാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് ഒറ്റയ്ക്കാവരുത് എന്നുള്ളൊരു തോട്ട് മനസ്സിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ടാവാം ഇത് ടോക്സിക് പീപ്പിളിൻ്റെ കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും, ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഈ പറയുന്ന കാരണങ്ങൾ ഇത്രയൊന്നും അല്ല, ഒരുപാടുണ്ട് എങ്കിലും നമുക്കിതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷനിൽ എത്തേണ്ടത് ആവശ്യകതയാണ്. അതായത് നമുക്ക് ഇതെങ്ങനെ ഹീൽ ചെയ്യാം. ഇത് ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അവരിത് അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കൊരു ഹീലിംഗ് പ്രോസസ്സ് ആവശ്യമാണ്. ഹീലിംഗിൽ ഏറ്റവും അത്യാവശ്യം സെൽഫ് അവെയർനെസ് ആണ്. നമ്മുടെ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാതെ ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവെയർ ആയിരിക്കുക, ഇതെന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ്, എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഞാൻ ഫൈറ്റ് വരുന്ന സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, എനിക്ക് റെസ്പെക്റ്റ് തരുന്നുണ്ടോ, ഞാൻ എന്തൊക്കെയാണ് ഇതിനകത്ത് കിടന്ന് സഫർ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ സെൽഫ് അവെയർനെസ്സിൽ വരും. ഹീലിംഗ് പ്രോസസ്സിൽ രണ്ടാമത്തത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്നോട് ഷൗട്ട് ചെയ്യുന്നത് ഞാൻ ടോളറേറ്റ് ചെയ്യില്ല, സൈലന്റ് ട്രീറ്റ്മെന്റ്സ് ഒന്നും ഞാൻ അംഗീകരിക്കില്ല, ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് എന്നോട് പ്രയോഗിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള ബൗണ്ടറീസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ റിലേഷൻ ബ്രേക്കായി പോകുന്നുണ്ട് എങ്കിൽ അത് അൺഹെൽത്തി ആണ് എന്ന് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബുദ്ധി നിങ്ങൾക്കുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞു സെൽഫ് വർത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോളറൻസ് അങ്ങ് കൂടുമെന്ന്. കാരണം നമുക്കൊരു വില കൊടുത്തില്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളും നമുക്കൊരു വിലയും തരില്ല. അപ്പോൾ ഈ സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അംഗീകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അതിലൊന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക. നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ഹോബീസ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ മേക്ക് ചെയ്യുക. നിങ്ങൾ ഒരു ഡെയിലി സെൽഫ് കെയർ റുട്ടീനൊക്കെ ചെയ്യുക. പിന്നെ ഒരു അഫർമേഷൻ, നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങൾ വിലമതിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതെല്ലാം ഒരു സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതുണ്ട് എങ്കിൽ നിങ്ങളെ അംഗീകരിച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കും. ഈ ഹീലിംഗ് പ്രോസസ്സ് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഒരു സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തോ ആണ് സഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായം സഹിക്കാൻ പാടില്ല എന്നുള്ളതാണ് എങ്കിൽ വൈ യു ടോളറേറ്റ്? നിങ്ങൾ എന്തിനു സഹിക്കണം? ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഒരിക്കലും ടോക്സിക് ആളുകളെ മനഃപൂർവ്വം തിരഞ്ഞെടുക്കത്തില്ല. നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയോട് മാച്ച് ചെയ്യുന്ന ആളുകളെ അട്രാക്റ്റ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ പഴയ വേദന പരിചിതമായതിനെ തിരഞ്ഞെടുക്കുന്നു, അവരെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയില്ലല്ലോ ഇവർ ടോക്സിക് ആണോ ഇല്ലയോ എന്ന്. സ്നേഹം ഒരിക്കലും സ്ട്രഗിൾ ചെയ്യാനുള്ള കാര്യമല്ല, സ്നേഹം എപ്പോഴും സേഫ് ആവാനുള്ള കാര്യമാണ്.